നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, സബ്ബ എന്നൊരു വീഡിയോ. അത് സബ്ബ എന്നതിൻ്റെ വിശദമായ ചർച്ചയുടെ ആ വീഡിയോ നമ്മുടെ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇല്ല, അത് കണ്ട ശേഷം കൊണ്ട് വരാം. അതിലൊരു കമൻ്റ് ഉണ്ട്. ആ കമൻറ്റിൽ അദ്ദേഹം ചോദിക്കുന്നത്, സബ്ബ എന്ന് ഞങ്ങൾ ഒമാനിലൊക്കെ സാധാരണഗതിയിൽ കുളിക്കുന്നതിന് പറയാറുണ്ട്, പക്ഷേ അവിടെ സബ്ബ എന്നാൽ ചീത്ത പറയാന്നുള്ളതാണല്ലോ, സബ്ബ എന്ന് പറഞ്ഞാൽ ചീത്തയാണല്ലോ, അവിടെയും പറയുമല്ലോ, എന്താണ് അതിൻ്റെ പ്രശ്നമുള്ളത്? അപ്പോൾ സബ്ബ ചീത്തയാണോ അതോ കുളിയാണോ? ഇതാണ് അതിൻ്റെ കറക്റ്റ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതെ, അതിന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കൽബും കെൽബും മാറിപ്പോരുത്. കൽബ് എന്നാൽ ഹൃദയമാണ്, കെൽബ് എന്ന നായയാണ്. ഇതുപോലെ പ്രൊണൗൺസിയേഷൻ്റെ ഒരു വ്യത്യാസത്തിൽ അക്ഷരം മാറിപ്പോയാൽ ആശയം മാറിപ്പോകും. കൽബല്ല, കെൽബാണ് നായ. ഇതുപോലെയാണ് സബ്ബ എന്നാൽ വെള്ളം ഒഴിക്കുക, അതല്ലെങ്കിൽ കുളിക്കുക എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്ന സബ്ബയാണ്, സീനാണ്. ആ സബ്ബ ചീത്ത പറയുക. ഹുസുബുനി, അവരെന്നെ ചീത്ത പറയുന്നു. അന സബ്ബൈത്ത്, അനമ സബ്ബൈത്ത്, ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. ലേഷ്മത് സുബ്, എന്താ നീ എന്നെ ചീത്ത പറയുന്നത്? കേൾക്കുന്നവർക്ക് ഒന്നായി തോന്നുമെങ്കിലും അക്ഷരങ്ങളുടെ കൃത്യത, അക്ഷരം പഠിക്കേണ്ടതില്ല സംസാരിക്കാൻ, പക്ഷേ അതിൻ്റെ പ്രൊണൗൺസിയേഷനിലെ മൈന്യൂട്ടായ പോയിന്റുകളെ ഒബ്സർവ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ സബ്ബ, സബ്ബ, ലൈസുബ്, അവൻ ചീത്ത പറയരുത്. ലൈസുബിനി അഹദ്, ആരും എന്നെ ചീത്ത പറയരുത്. അപ്പം നമ്മൾ പറയുന്നത് സീനാണ്, സബ്ബയാണ്, ചീത്ത പറയുകയാണ്. ആദ്യം നമ്മൾ പറഞ്ഞ സബ്ബയാണ്, അത് കുളിക്കുക അല്ലെങ്കിൽ ഒഴിക്കുക, വെള്ളം ഒഴിക്കുക. ഇതാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതോടൊപ്പം അറബിക് യൂണിയുടെ വെള്ളിയാഴ്ചകളുടെ ക്ലാസ്സിൽ വന്ന് ലൈവായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ശുക്രൻ ലക്കും, മഅസ്സലാമ.